ഇനി എപ്സ്റ്റീൻ്റെ മൃതദേഹം അത് ക്രിയോണിസ്കിലൂടെ മൃതദേഹം സംരക്ഷിക്കാനാണ് ഇയാൾ ആഗ്രഹിച്ചിരുന്നത്. ക്രിയോണിസ്കിലും എപ്സ്റ്റീന് താല്പര്യമുണ്ടായിരുന്നു. ട്രാൻസ്ഹ്യൂമനിസം, അതിൽ നിന്ന് യൂജനിക്സ്, അവിടെ നിന്ന് ഇപ്പോൾ ഇതാ എപ്സ്റ്റീന് താല്പര്യമുണ്ടായിരുന്ന മറ്റൊരു മേഖലയാണ് ക്രിയോണിക്സ്. ഈ ക്രിയോണിക്സിൽ എപ്സ്റ്റീന് മരണശേഷം മനുഷ്യൻ്റെ തലച്ചോറിനെയോ മനുഷ്യ ശരീരത്തെയോ വളരെ കുറഞ്ഞ താപനിലയിൽ മരവിപ്പിച്ച് സംരക്ഷിക്കുന്ന പ്രക്രിയ, അതാണ് ക്രിയോണിക്സ്. അതിലാണ് എപ്സ്റ്റീന് താല്പര്യമുണ്ടായിരുന്നത്. അങ്ങനെ ഭാവിയിൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കുമ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദിഗംബരൻ. അതായത് എൻ്റെ മൃതദേഹം എടുത്ത് നിങ്ങൾ എണ്ണത്തോണിയിലിട്ട് വെച്ചിരിക്കുക, ഭാവിയിൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കുമ്പം അതിന് തിരിച്ച് ജീവൻ കൊടുക്കാം എന്ന് വിചാരിക്കുന്ന ഒരു മണ്ടനായിരുന്നു ഈ എപ്സ്റ്റീൻ എന്ന് പറയുന്നത്. ഇനി മണ്ടനെന്ന് ഞാൻ വിളിക്കുന്നില്ല, ഇനി ഇതൊക്കെ നടക്കുകയില്ലെന്ന് നമുക്കറിഞ്ഞൂടല്ലോ. ഇത്രയും വലിയ ശാസ്ത്ര ലോകത്തിനല്ലേ ഇതൊക്കെ അറിയാമല്ലോ. എന്ത് തന്നെയായിരുന്നാലും ക്രിയോണിക്സിലൂടെ തൻ്റെ മൃതദേഹം സംരക്ഷിക്കാൻ എപ്സ്റ്റീൻ ആഗ്രഹിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സാങ്കേതികമായി അടിസ്ഥാനമാക്കിയുള്ള ഹൈപ്പർ ഫ്യൂച്ചറിസ്റ്റിക് ഫാൻറ്റസികളെക്കുറിച്ചുള്ള ഒരു ആശയമാണ് നൽകുന്നത്.